അസ്സലാമലൈക്കും. ഇന്ന് മുഹറം 1 തുടങ്ങിയില്ലേ? എല്ലാവരും അതിൻ്റെതായ രീതിയിൽ എല്ലാവരും രാവിലെ ബിസ്മിയൊക്കെ എഴുതി 360 ആയത്തുൽ കുർസിയൊക്കെ ഓതി ദുആ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇന്ന് മഗ്‌രിബ് ഏഷൻ്റെ ഇടയിലായിട്ട് ഓതി തീർക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. 1-2 ദിക്റുകൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് 7 പ്രാവശ്യം വെച്ച് ചൊല്ലുക. അതിനുശേഷം എല്ലാ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം ഒരു 20 പ്രാവശ്യം വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? യാ വഹാബ് യാ അല്ലാ, യാ വഹാബ് യാ അല്ലാ എന്ന് മറക്കാതെ ചൊല്ലുക. ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങളാണ് ഉണ്ടാവുക. ഇത് 7 പ്രാവശ്യം വെച്ച് ഓതിയാൽ തന്നെ ഫർള് നിസ്കാരത്തിന് ശേഷമാണ് ഇത് ഓതേണ്ടത്. അതുകൊണ്ട് ഇതിലുള്ള ഓതിയാലുള്ള ഗുണം എന്ന് പറയുന്നത് നമ്മളുടെ ഈമാൻ ഉറപ്പിച്ച് കിട്ടും. കുഫ്രിൽ നിന്നും സംരക്ഷണം അള്ളാഹു നൽകും. യാ വഹാബ് എന്ന് 20 പ്രാവശ്യം മറക്കാതെ ചെല്ലുക. നമുക്ക് കണ്ണീറിൽ നിന്ന് രക്ഷപ്പെടാം. ഐശ്വര്യം വന്ന് നിറയും, ധനം വന്ന് നിറയും, നല്ല സാമ്പത്തിക നേട്ടമുണ്ടാവും, നമ്മളെ സ്വത്ത് മുതലുകളൊക്കെ സംരക്ഷണം കിട്ടും. അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ശ്രേഷ്ഠമായ ഒരു അള്ളാഹുവിൻ്റെ നാമമാണ് യാ വഹാബ്. ഇൻഷാ അല്ലാഹ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മളെ ആഗ്രഹങ്ങളും മുറാദുകളും ഹാസിലാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.